അങ്ങനെ ടർബോ മോഡ് വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കയുടെ ടർബോ സിനിമ പ്രീപോണ്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ സിനിമകൾ പോസ്റ്റ്പോണ്ട് ആണ് ചെയ്യുക. ഒരു റിലീസ് ഡേറ്റ് വെച്ചിട്ട് പിന്നീട് ആ റിലീസ് ഡേറ്റിൽ നിന്ന് വീണ്ടും വൈകുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ടർബോ റിലീസ് ഡേറ്റ് വീണ്ടും നേരത്തെ ആക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്, അതായത് കുറച്ച് നേരങ്ങളായിട്ടുള്ളൂ, മണിക്കൂറുകളായിട്ടുള്ളൂ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 23 സിനിമ റിലീസ് ചെയ്യാണ്. അതായത് ജൂൺ മാസത്തിൽ നിന്നും മെയ് മാസത്തിലേക്ക് സിനിമ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പ്രീപോണ്ട് ഇത് കണ്ടത് ആടുജീവിതമായിരുന്നു. ഏപ്രിലിൽ റിലീസ് വെച്ചിട്ടുണ്ടായിരുന്ന സിനിമ മാർച്ച് അവസാനത്തിലേക്ക് വെച്ചിരുന്നത്. ഇപ്പോൾ ടർബോയും കൂടി അതേ രീതിയിൽ തന്നെ ജൂണിൽ നിന്ന് മെയ് 23 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഒരു ഫസ്റ്റ് സീസൺ കഴിയുന്ന സമയമാണ് മെയ് ലാസ്റ്റ് എന്നുള്ളത്. മൺസൂൺ സീസണിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് ജൂൺ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം തകടം പറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ കൂടി ജൂൺ എന്ന് പറയുമ്പോൾ മഴക്കാലം കാര്യങ്ങളൊക്കെ. പക്ഷെ മഴക്കാലം എന്ന് പറയുന്നത് വലിയ ഫാക്റ്റും അല്ല. സിനിമ അത്രയും ഹൈ പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മഴക്കാലമായാലും ശരി മഴയത്താണെങ്കിലും ശരി ഇടി കൊണ്ടിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പടം കാണാൻ ക്യൂ ഉണ്ടാവും. അതിൽ മാറ്റമൊന്നുമില്ല. സോ മെയ് 23 സിനിമ റിലീസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസിന് ഇപ്പോൾ നല്ലൊരു ആവേശം, കുറച്ചും കൂടി എന്താ പറയാ എക്സൈറ്റ്മെന്റ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി നേരത്തെ ടർബോ വരുന്നു എന്നുള്ളത്. കാരണം ടർബോ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കേട്ടിരുന്ന ന്യൂസ് മെയ് 9 പിന്നെ മെയ് 13 പിന്നെ അവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് ജൂൺ 13 വന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വീണ്ടും മെയ് 23 തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ മെയ് മാസത്തിലെ വലിയൊരു റിലീസായിട്ട് മമ്മൂക്കയുടെ ടർബോ ഉണ്ടാവും. ഡയറക്ടർ ബൈ വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ്. ഫുൾ ഇടിമയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതായത് ശരിക്കും മമ്മൂക്ക ഈ 72-ാം വയസ്സിൽ ശരിക്കും അഴിഞ്ഞ അടി ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ആക്ഷൻ പടം ഇതിക്കും മേലെ വരാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. സ്റ്റൈലിഷ് ആയിട്ട് സിനിമകൾ വരും, പക്ഷെ ആക്ഷനിൽ ഇത്രയധികം പണിയെടുപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മമ്മൂക്കാന. സോ എന്തായാലും ടർബോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം, നമ്മളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് മെയ് 23 FDFS കാണാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും അന്നത്തെ ദിവസം തന്നെ നമ്മൾ സിനിമ കാണുന്നതായിരിക്കും. എന്തായാലും ടർബോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.